ആരാണ് നമ്മളെ നമ്മുടെ പ്ലാവത്തെ നടാടത്തെ ചക്ക ഇട്ടു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൊടുത്തു. നടാടെ ചക്ക ഇടുമ്പോൾ നമ്മളെല്ലാ വീട്ടുകൾക്കും കൊടുക്കും കേട്ടോ. ഇപ്പോൾ എത്ര വീട്ടിലേക്ക് കൊടുത്തു? 5 വീട്ടിലേക്ക് കൊടുത്തു. ഇനി അതിൻ്റെ അപ്പുറത്ത് 2 വീടുണ്ട്, ആ വീട്ടിലേക്ക് കൊടുക്കാനുള്ള ചക്കല്ല. അതും കൊണ്ട് ചക്ക കൊടുത്തില്ല കേട്ടോ. ഞാനാണെങ്കിലോ വേഗം സാമ്പാർ വെച്ചിരുന്നേ, സാമ്പാറും വെച്ച് ഉപ്പേരി ഉണ്ടാക്കിയിരുന്നു. പിന്നെ എന്തായാലും ഇത് നമുക്ക് കൂട്ടാൻ വെക്കാൻ തന്നെയാണ് കേട്ടോ. കുറച്ച് കൂട്ടാൻ വെക്കണം. എന്ത്? താങ്കൾ ക്യൂവിലാണ് അടുത്ത ചക്ക വീഴുമ്പോൾ അപ്പം സൂര്യയേട്ടൻ പറയുന്നത് മനസ്സിലായോ? താങ്കൾ ക്യൂവിലാണ്, അടുത്ത ചക്ക കിട്ടുമ്പോൾ നിങ്ങളിതാക്കാന്ന്. ചക്കക്കുരു മാങ്ങ, ചക്കക്കുരു ചെമ്മീൻ, ചക്കക്കുരു മുരിങ്ങക്കായ. ഇനി നമ്മുടെ കറികൾ അങ്ങനെ ആയിരിക്കും കേട്ടോ. ഇനി ചക്കയൊക്കെ കിട്ടാൻ തുടങ്ങിയാൽ പിന്നെ ചക്കക്കുരു ഇല്ലാത്തൊരു കറി ഉണ്ടാവില്ല ഞങ്ങൾക്ക് അല്ലേ? നാളെ നമുക്ക് കിട്ടിയിരുന്നു കേട്ടോ അമ്മ പണിയെടുക്കണോടത്തുനിന്ന്. അപ്പോൾ തിന്ന് തീർക്കാനല്ല മകളെ പറഞ്ഞത്, നേരെ വെക്കാനാ പറഞ്ഞത്. ഇവൾക്ക് ചക്കപ്പുഴുക്കാണ്. ഞാനില്ലേ കുളിക്കാൻ നിന്ന ആള് പ്രിയ വന്നിട്ട് ചക്ക ഇടല്ലേ പ്രസി ചോദിച്ചപ്പോൾ ശരിയോ പറഞ്ഞു. എന്നിട്ട് ചക്ക ഇട്ട് നല്ല മൂത്ത ചക്ക അല്ലേ? കറി വെക്കണ്ട, പുഴുക്ക ഉണ്ടാക്കണ്ട്. കറി വെക്കടി. നാളും ഞാൻ പുഴുക്കല്ലേ ഉണ്ടാക്കി തന്നു. നല്ല ചക്കക്കൂട്ടാനും ചൂടുള്ള റേഷനരിയുടെ കഞ്ഞിയോ അല്ലെങ്കിൽ മട്ടരിയുടെ കഞ്ഞി എങ്ങനെ ഉണ്ടാവും എന്നറിയോ? അടിപൊളിയാട്ടോ. ഈ ഇങ്ങനെ തൊലി കളഞ്ഞു തരുമോ? എന്ത് രസമില്ലാന്നോ? നിനക്കറിയില്ലാന്നോ? ഈ തിന്നിട്ടൂല്ലേ? എന്താ പറയുന്നത്? ചക്കക്കൂട്ടാനും തിന്നിട്ടില്ല. ചക്കക്കൂട്ടാനും കട്ടൻ ചായ. നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ ചക്കയല്ലേ, അപ്പം നമുക്ക് ഗംഭീരാക്കണ്ടേ? ആക്കണേ ആക്കാനൊരു വിഷമം. പച്ചക്കറിക്കാരൻ പറയണം എൻ്റെ അടുത്തേ, പെരുന്നാൾ ആശംസകൾ ഇന്നൊന്ന് വൈറലാക്കിട്ടോ. അത് പെരുന്നാൾ ആശംസകളുണ്ടോ? ആ മൂപ്പരാൾ നമ്മൾ പച്ചക്കറി വാങ്ങണത് വീഡിയോ ഇട്ടിരുന്നില്ലേ? എല്ലാവരും അവരുടെ കൂട്ടുകാരൊക്കെ കണ്ടു. പണ്ട് അപ്പോൾ ഒന്ന് വൈറലാക്കി കൊടുക്കുന്നത്. ഓ ശരി സൂര്യ. കിണറ്റിലേ വെള്ളമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ വെള്ളം കാത്തു നിന്നു കേട്ടോ. ഇനിയിപ്പോൾ ഈ നട്ടുച്ച സമയത്ത് വെള്ളം കോരാൻ പോകണ്ടേന്ന് വിചാരിച്ചിട്ട് പോയില്ല. ഇനി നമ്മളെങ്ങനെ ഉണ്ടാവുമെന്നറിയോ? ഒരാളെ പറയാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ഇത് നേരെയാക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ കുളത്തേക്ക് പോകണം വിചാരിച്ചിട്ടാണ് കേട്ടോ. കുളത്ത് പോയിട്ട് തിരുമ്പാനുള്ളത് തിരുമ്പിയിട്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട്. എന്തോ ഒരു വെയിലാച്ചിട്ടാ. ചാത്തപ്പം കണ്ടോ ഒറ്റയ്ക്കായേ. കരിമീ കുട്ടിയോൾ മുട്ടയിൽ കിടക്കുക കേട്ടോ. അതുകൊണ്ട് അതിനെ കാണാനില്ല. ഇല്ലെങ്കിൽ ഇവൻ കറുപുറേനെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്നാണ് പെരുന്നാൾ വരുന്നത്? വെള്ളിയാഴ്ചയാണോ ശനിയാഴ്ചയാണോ പെരുന്നാൾ വരുന്നത്? വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ഉറപ്പ്. വെള്ളിയാഴ്ച മാസം കണ്ടില്ലെങ്കിൽ ശനിയാഴ്ച ഉറപ്പായിട്ടും. അങ്ങനെയായിരിക്കും അതിന് കണക്ക്, എനിക്കറിയില്ല. അപ്പോൾ കുറേ പേര് നമ്മളെ പെരുന്നാൾക്ക് വരാൻ പറഞ്ഞിട്ട് വിളിച്ചിരുന്നു കേട്ടോ. കുറേ പെരുന്നാൾ നമ്മൾ ലൈവ് പോയപ്പോലെ. അപ്പം നമ്മൾ പെരുന്നാൾ ദിവസമല്ലേ അടിപൊളിയായിട്ട് ലൈവ് വരാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവരും പാടെ ഞങ്ങൾക്ക് എന്തെങ്കിലും ബിരിയാണി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലേ? ഉണ്ടാക്കണ്ടേ? അതെ, നമുക്കും എന്തെങ്കിലുമൊക്കെ ബിരിയാണിയോ കുഴിമന്തി വേണ്ട. കുഴിമന്തി 2 ദിവസം കഴിച്ച് വെക്കണം കേട്ടോ മക്കൾ. അപ്പം ഇനിയിപ്പോഴൊന്നും കുഴിമന്തി ഉണ്ടാക്കില്ല. ഇനി ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ എന്തായാലും അത് വീഡിയോ എടുത്തിട്ട് എടുക്കാം കേട്ടോ. അനിയന് ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടമാണ്. അനിയൻ എവിടെ പോയാലും അതേ കഴിക്കുള്ളൂ. അത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലും നല്ല ഇഷ്ടമാണ്. ഒരു ദിവസം അതും ചില്ലി ചിക്കനും ഉണ്ടാക്കണം, ഏതെങ്കിലും ഒരു ദിവസം, പെരുന്നാൾ ദിവസവും ഒക്കെ. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ വിഷു നമുക്ക് എന്താണ് അട ഉണ്ടാക്കുക. അന്ന് നേരത്തെ ബുദ്ധിട്ടില്ല, പക്ഷെ അമ്മ പറഞ്ഞു അമ്മക്ക് ചക്കര കിട്ടി. താടിയും വരുന്ന കേട്ടോ എൻ്റെ പോലെ. നന്നായി വരട്ടെ. കൊമ്പമീശയൊക്കെ വെക്കുക. മല്ലു സിംഗ് പറഞ്ഞി വലിയൊരു തലയെക്കെട്ടും താടി കൊമ്പം മീശയൊക്കെ ഉണ്ടായിട്ട് നടന്ന പണ്ടേ ആൾക്കാർക്ക് ഈ ഹോർമോണിന്റെ പ്രശ്നങ്ങളൊന്നും അധികം ഉണ്ടായിരുന്നില്ല.
ഇപ്പോഴുള്ള ആൾക്കാർക്ക് എന്താ പറയുക ഈ ഹോർമോൺ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് തോന്നുന്നുണ്ട് ഇങ്ങനെ മുഖത്തു കൂടി മൂക്കും അല്ലേ മുക്ക രോമുണ്ട്. എന്താ പണ്ട് എൻ്റെ അമ്മയൊക്കെ പറയാറുണ്ട് കേട്ടോ, കത്രികയില്ല ബ്ലേഡും കൊണ്ട് നമ്മുടെ മുഖമൊന്നും അല്ലെങ്കിൽ മുടിയൊന്നും കളയരുത്, പിന്നെ ഇരട്ടിയായിട്ട് വരുന്നുള്ളത്. ഇപ്പം നമ്മളൊരു ബ്യൂട്ടി പാർലറിൽ പോയി കഴിഞ്ഞ് വെച്ചാൽ പറയുമല്ലോ അവർ ബ്ലേഡും കൊണ്ടല്ലേ. എനിക്ക് എന്താ നമ്മൾ ഫസ്റ്റത്തെ ഒരു ഓണം ഷൂട്ട് ചെയ്ത സമയത്ത് നമ്മൾ ചെയ്തിരുന്നു അല്ലേ, മൊത്ത രോമം കളഞ്ഞിരുന്നു. എന്നിട്ട് എൻ്റെ അമ്മ ചീത്ത പറഞ്ഞിരുന്നു, നീ അങ്ങനെയൊക്കെ ചെയ്തിട്ട് തന്നെയാണ് മുഖം കുരുത്തം കെട്ട്. അങ്ങനെ അവർ മഞ്ഞളാത്ര ജയിച്ചിരുന്നത്. ഇത് എന്താ ഈ നമുക്ക് പറ്റാതെ ആവുന്ന സമയത്ത് കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ നാടൻ മഞ്ഞൾ അരച്ചിട്ട് മുഖത്ത് തേക്കത്രേ. എന്നിട്ട് അത് കുളിക്കുന്നതിൻ്റെ മുമ്പ് തേച്ച് കഴിഞ്ഞ് വെച്ചാൽ എന്താ തുണി തിരുമ്പൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും മുഖത്തൊരു 10-20 മിനിറ്റ് അത് പിടിച്ചിട്ടുണ്ടാവുന്നു. എന്നിട്ട് നല്ല കഴുകി കളയുക ചെയ്യാൻ. ഇന്നിപ്പോൾ ഇപ്പോൾ നമ്മുടെ മക്കള് വലിയ കുട്ടികളായി കഴിഞ്ഞാലൊക്കെ മഞ്ഞൾ തേക്കാൻമ്പോഴൊക്കെ ബുദ്ധിമുട്ടല്ലേ. നമ്മളൊക്കെ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് എന്താ കാലിൻ്റെ ഉള്ളംകാല് മുതൽ നമ്മുടെ എവിടെയൊക്കെ എല്ലാവിടെയും തേക്കുന്നു. ഇല്ലെങ്കിൽ ആണി പൊന്തും എന്നൊക്കെ പറയട്ടോ. ഇപ്പൊ നമ്മൾ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ മക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ പറയും അതിന് മരുന്നുണ്ടമ്മ, സാരില്ല പറയും. അതാണ് കോലം. നമ്മളെ അമ്മൂനോടൊക്കെ ഞാൻ പറയാറുണ്ട് കേട്ടോ, കുറച്ച് മുഖത്ത് കസ്തൂരി മഞ്ഞൾ തേക്കാൻ മുട്ടി എന്താ അപ്പോൾ പറയും, അമ്മ പറയും അമ്മ അതിനൊക്കെ മരുന്ന് കിട്ടി, ഡോക്ടറെ കണ്ടാൽ മതി പറയും. പിന്നെ ഇപ്പം എന്താ നമ്മൾ ഈ മക്കളോട് പറയുന്നത്? എന്നിട്ട് തന്നെ നമ്മൾ വഴക്കുണ്ടാക്കുന്നുണ്ട് ഇല്ലേ. ഞാൻ ഒരു ദിവസമെങ്കിലും ഞാൻ വഴക്കുണ്ടാക്കാതിരിക്കില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ എന്താ വീടിൻ്റെ അവിടെയും വീട്ടിലൊക്കെ അച്ചമ്മ ഉള്ളത് കൊണ്ട് അച്ചമ്മയുടെ ചിട്ടയിൽ നമ്മൾ ഇരുന്നുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം. അപ്പോൾ എല്ലാവരും പറയും എന്താ, ചിലർ പറയും പ്രസിക്ക് ഒരുപാട് പ്രായമായിട്ടില്ലല്ലോ, പ്രസി എന്താ ഇങ്ങനെ പറയുന്നതെന്ന്. 4 അച്ഛന്മാരുണ്ടായിരുന്നു, 1 2 അപ്പോൾ അവർ പറഞ്ഞു തരുന്ന അറിവുകൾ വേറെ വേറെ ഇല്ലേ ചേട്ടാ. അപ്പം അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇപ്പോഴൊക്കെ നമ്മൾ എന്താ അതേപോലെ തന്നെ പറയുമായിരുന്നു, പറ്റാതെയൊക്കെ ആയി കഴിഞ്ഞു വെച്ചാൽ വിളക്കുളത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളക്കുളത്തി മയങ്ങിക്കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പാടില്ല, നന്നല്ല. ഇത് ചിന്തിക്കുന്നത് നമ്മളങ്ങനെയല്ല. അവര് അന്നത്തെ അവരുടെ എന്റെ നോക്ക് എന്നെ തന്നത് കാഞ്ഞിരത്തിന്റെ ഇല ഒരു അതേപോലെ ഇരുമ്പ് കഷ്ണം ഒക്കെ എടുത്ത് കയ്യിൽ പിടിക്കണം പറയട്ടോ, കുട്ടികൾക്ക് പാൽ കൊടുക്കണം അമ്മമാര്. അപ്പം അതാണ് ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നമ്മുടെ അന്യം നിന്ന് പോയ ഓരോ കാര്യങ്ങളാണ്. കാരണം ആൾക്കാർക്ക് അമ്മമാരാണ് പറഞ്ഞാലും വയസ്സായ അമ്മമാർ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പേരക്കുട്ടികൾ എവിടെ കേൾക്കുന്നത്? നമുക്ക് പറഞ്ഞു വെച്ചാൽ നമ്മുടെ അച്ഛന്മാർ ഒരു നോട്ടം നോക്കിയാൽ മതി, തല്ലൊന്നും വേണ്ട, ഒറ്റ നോട്ടം നോക്കിയാൽ മതി. പ്രസിയെ വിളിച്ചിട്ട് നോക്കിയാൽ പിന്നെ നമ്മൾ അച്ഛൻ പോണ വരെ എവിടെയാണ് ഇരിക്കുന്നത് പറഞ്ഞു വെച്ചാൽ അവിടെ നിന്ന് അനങ്ങില്ല. ഇന്നത്തെ മക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോയിട്ടില്ല, അച്ഛനെ കെട്ടിപ്പിടിച്ച് 2 ഉമ്മയും കൊടുത്തിട്ട് സാരല്ല ടച്ചാ പറയും. അപ്പോൾ അച്ഛനവിടെ മിണ്ടാതിരിക്കേണ്ടി വരും. എന്നാലും കുറച്ചൊക്കെ ഒരു മാറ്റം, ഒരു ദേഷ്യപ്പെടുക അമ്മമാരാണ് കേട്ടോ. ഞാൻ ചട്ടുകം കൊണ്ടോ എൻ്റെ കയ്യിൽ എന്താ കിട്ടുന്നത് പറഞ്ഞു വെച്ചാൽ അതുകൊണ്ടൊക്കെ ഞാൻ കൊടുക്കും. എനിക്ക് ദേഷ്യം വന്നാൽ നമ്മൾ ഇത് പറയാലോ, നമ്മൾ വല്ലാണ്ട് കൊഞ്ചിച്ചിങ്ങനെ മുത്തേ പൊന്നേ സ്വത്തേ എന്ന് പറയുന്നതല്ല, കിട്ടേണ്ട സമയത്ത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പുതിയ വീട്ടിലായപ്പോൾ തുടയ്ക്കാൻ ഒരാൾക്ക്, മിറ്റടിക്കാൻ ഒരാൾക്ക്, അത് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണ വരെ ഞാൻ പറഞ്ഞും കൊണ്ടേയിരിക്കും. പറഞ്ഞ് അവർക്ക് ഭ്രാന്താവുമ്പോൾ ഇത് കേൾക്കണേക്കാട്ടിലും നല്ലത് എന്താ പണിയൊക്കെ ചെയ്തിട്ട് മിണ്ടാതിരിക്കുക പറയുമ്പോൾ വൃത്തിയാവില്ല ചിലപ്പോൾ, എന്നാലും വേണ്ടില്ല ചെയ്യിപ്പിക്കും ഞാൻ. എന്നിട്ട് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ അടിക്കലും തുടയ്ക്കലും എൻ്റെ വക ഞാൻ ചെയ്യും കേട്ടോ. പക്ഷെ ഞാനത് ചെയ്യിപ്പിക്കും. എന്താ മക്കൾക്ക് തോന്നുന്നുണ്ടാവും, ഇപ്പോൾ ഈ അമ്മ എന്താ ഇങ്ങനെ തൊയിരം കെടുത്തുന്നത്, എന്താ അത് ചെയ്യുന്നത്. നമ്മളൊക്കെ സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉമ്മറങ്കോലായി എന്താ കയ്യും കാലും കഴുകി ഉമ്മറങ്കോലായി അടിച്ച് വെള്ളം കോരി ചോറിന് അരി അടുപ്പത്തിട്ട് അപ്പയ്ക്കാണ് വെള്ളം കോരുക പറഞ്ഞു കഴിഞ്ഞാൽ എത്രയെന്നറിയോ, 2.5 കിലോമീറ്റർ ഉണ്ട് അപ്പുറം. അവിടെ പോയി വെള്ളം നിറച്ച് വെക്കണം. അത് ഞങ്ങളുടെ വീടിൻ്റെ ഉമ്മറത്തെ കനാലില്ലേ, ആ കനാൽ ചാടിക്കടന്നിട്ട് വേണം പോകാൻ. ഇപ്പോഴത്തെ മക്കളുടെ മാറ്റങ്ങൾ കാണുമ്പോൾ നമുക്ക് കൗതുകം. പാലവിടെ ഇത് മാത്രമല്ല, ഈ കണ്ടില്ലേ ഞങ്ങളുടെ അവിടെ എവിടെ പാലം. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തിരുന്നു. ഇപ്പം നമ്മുടെ മക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ മക്കൾ പറയേ, നിങ്ങൾ വേറൊരു വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാലേ അവിടെയൊക്കെ പണിയൊക്കെ ചെയ്യേണ്ടി വരും പറഞ്ഞു കഴിഞ്ഞാൽ പറയും, അമ്മ അവിടെയൊക്കെ സർവൻ്റ് ഉണ്ടല്ലോ. മക്കൾ പറയുകയാണേ. അവൻ ഞാൻ പറയും, നിങ്ങളുടെ അച്ഛനൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അത് ഞാൻ ഇതെന്താ പറയുന്നത് പറഞ്ഞു വെച്ചാൽ അവൻ ഞാൻ പറയും, നിങ്ങളുടെ അച്ഛനൊക്കെ ഇങ്ങനെ. നാളെ ഒരു കാലത്ത് ഒരു മകനോ അല്ലെങ്കിൽ ഒരു 2 മക്കളുള്ള വീട്ടിലേക്കൊക്കെ മൂത്ത ആളായിട്ട് പോവുക അല്ലെങ്കിൽ ഇളയ ആളായിട്ട് പോകുമ്പോൾ
അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ഓരോ ഉത്തരവാദിത്തമല്ലേ. അപ്പോൾ പറയും ഞങ്ങൾ എവിടെ ജോലിക്ക് പോകണു അവിടെ പോയി നിൽക്കുന്നു. ഇതാണ് കാലഘട്ടങ്ങൾ മാറിപ്പോയി ഇല്ലേ. വൈകുന്നേരത്തെ ചെയ്യാമെന്ന് വിചാരിച്ചാട്ടോ. വൈകുന്നേരത്തല്ല ഇപ്പം തന്നെ ഇങ്ങോട്ട് ചെയ്യട്ടെ. കാരണം കുട്ടികൾക്കില്ലേ കൂട്ടാനാണ് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികളെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞ് വെച്ചാൽ ഈ ചക്കക്കൂട്ടാനും ചായയും പാടെ കഴിക്കട്ടോ. അവർക്ക് ഇഷ്ടമാണ്. അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സുകന്യയ്ക്ക് ഒരു പണി കിട്ടിയത് കണ്ടോ പാവം സുകന്യ. മഞ്ഞപ്പൊടി, മുളക് പൊടി, എരിവ് കുറവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കല്ലുപ്പ് ഇട്ടിട്ട് അടച്ചേക്കട്ടെ. ചക്കക്കൂട്ടാനൊക്കെ ശരിക്കും അമ്മയാണ് ഇട്ട വെക്കൽ. നമ്മൾ അപൂർവമായിട്ടേ വെക്കുള്ളൂ. അമ്മ വെച്ചാൽ എനിക്കിഷ്ടം അമ്മ വെക്കുന്നതാണ്. ഞാൻ അമ്മയൊക്കെ വെക്കുന്ന ഒരേപോലെയാണ്. പക്ഷെ എന്തോ ഒരു രുചി വ്യത്യാസം അല്ലേ സോനിയ? ഉണ്ടോ? അവൾക്ക് തോന്നാറുണ്ടോ? അവൾക്ക് തോന്നാറില്ല എന്ന്. അവൾക്ക് അത് എന്നോട് സ്നേഹം കൂടുതൽ കാരണമാണ് പാവം. അടച്ചേക്കട്ടെ. പിന്നല്ലേ ഞങ്ങൾ ചക്ക നേരേക്കുന്ന സമയം കൊണ്ട് അനിയേട്ടൻ നല്ലൊരു പണി കൊടുത്തു കേട്ടോ. തേങ്ങ അരവിപ്പിച്ചു. ഞങ്ങൾ ചക്ക നേരേക്കല്ലേ ഏട്ടാ തേങ്ങ അരവിച്ച് വേഗം ചെലവി തന്നു. സുകന്യ സന്തോഷം. പാട്ട് നമ്മളെ തല്ലൂടുന്ന റീൽസും കൂടി ഇട്ട് വെക്കുന്നു ഏട്ടാ. നാളെ രണ്ടാണ് തല്ലുപിടിക്കൊള്ളുന്നത്. ഞാൻ തല്ലുകൂടണെങ്കിൽ ഉണക്ക് വല്ലാത്തൊരു ആഗ്രഹം തന്നെയാണ്. കണ്ടോ അവള് കണ്ടന്റ് പറഞ്ഞു തരുന്നുണ്ടോ? എൻ്റെ പാസ്വേഡല്ല. എൻ്റെ ഫോണിൽ ഒരു തേങ്ങ എനിക്കറിയില്ല കേട്ടോ. ഒക്കെ അനിയേട്ടനെ അറിയുള്ളൂ. അതുകൊണ്ട് ഫോണിലുള്ള ഒന്നും നടക്കില്ല. അതാ വെളുത്തുള്ളിയിട്ടാ നേരക്ക്. സോനിയെ അങ്ങനെ നമുക്ക് അനിയേട്ടനെ പറ്റിക്കാൻ പറ്റില്ലടി. ചെറിയുള്ളി, വെളുത്തുള്ളി, ജീരകം, 2 മണി കുരുമുളക് കേട്ടോ. നമ്മൾ കുരുമുളക് അമ്മ വെളുത്തുള്ളി ഇടില്ല കേട്ടോ. ഞാൻ പറഞ്ഞപ്പോൾ വെളുത്തുള്ളി ഇടാൻ തുടങ്ങി. ചക്കയുടെ ഗ്യാസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ. പിന്നെ ചക്കയ്ക്കില്ലേ വല്ലാണ്ട് അരയ്ക്കൊന്നും വേണ്ട കേട്ടോ. നല്ല അത്യാവശ്യം അരയണം. ചതച്ചെടുക്കില്ല കേട്ടോ. അല്ല പിന്നെ ചോറ് കൊടുക്കാറായിക്കണോണു. ഞാൻ ഈ കൂട്ടാനായിട്ട് ചോറ് കൊടുക്കുക. കണ്ടോ അവളുടെ ഫോൺ കൊണ്ടുവന്ന് കുത്തി വെച്ചേക്കണം. അവൾക്ക് വേറെ എവിടെയും ഫോൺ കുത്തി വയ്ക്കാൻ സാധിക്കില്ല. എന്നാ കൈ പിടിക്കും. അടുക്കളയിലും കൂടി ഒരു ഫോൺ വെച്ച് കൊടുക്കണം. നീ കണ്ട സാമ്പാർ, വറുത്തരച്ച് സാമ്പാർ കേട്ടോ. കണ്ട സാമ്പാറുണ്ട്. കണ്ടോ മാന്തൽ മീനുണ്ട്. പയറുപ്പേരി ഉണ്ട്. മാങ്ങൊപ്പിലിട്ടതുണ്ട്. അതിൻ്റെ പുറമെ ചക്കക്കൂട്ടാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ചക്കക്കൂട്ടാൻ ചായ എനിക്ക് വിശക്കുന്നുണ്ട്. സാമ്പാറൊക്കെ കൂട്ടാതെ എന്ത് ചെയ്യും? എനിക്ക് വിശക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചക്കക്കൂട്ടാനായിട്ടേ ഞാൻ കഴിക്കുള്ളൂ. വേണ്ട വേണ്ട റിസ്ക് എടുത്തിട്ടും ബുദ്ധിമുട്ട്. വേണ്ട ചോറ് വെക്കണ്ട കേട്ടോ. വൈകുന്നേരത്ത് ചോറുണ്ട്. ചക്കക്കൂട്ടാനും കൂട്ടിയ പിന്നെ കുറച്ച് കഞ്ഞിയെ കുടിക്കും. വൈകുന്നേരം ചോറ് വെക്കണ്ട. അപ്പം ചോറും കഴിക്കണ്ട. ഇപ്പം ഞാനും സുവന്യയും ചോറിനില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരു ക്യാരറ്റ്. ഞങ്ങളുടെ മുയലോ ക്യാരറ്റ് നടക്കാൻ. അപ്പോൾ ഒരു ക്യാരറ്റ് കൊണ്ട് നിങ്ങൾ നേരം വെളുപ്പിക്കുകയോ? ഞങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ കഴിച്ച് വയറ് നിറച്ചാൽ പോരെ ചേട്ടാ ഞങ്ങൾക്ക്. അതിപ്പോൾ 1 കിലോ ക്യാരറ്റ് തിന്നിട്ട് നേരം വെളുപ്പിച്ചാൽ എന്തായാലും ഒരു ക്യാരറ്റ് കൊണ്ട് എങ്ങനെ നേരം വെളുക്കോളം അത്രയൊന്നും കഴിക്കില്ല. വെറുതെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഭക്ഷണം ഇല്ലേ ഇവിടെ എങ്ങനെയാണെന്നറിയോ? തൊട്ട് കൂട്ടാനേ പാടുള്ളൂ എല്ലാവർക്കും അല്ലേ.
അല്ല മീനും ഒരു മീന് 3-4 മീൻ കൊടുത്തു കഴിഞ്ഞാല് അതിന്റെ ആ മുരിഞ്ഞ ഭാഗം മാത്രം തീർത്തിട്ട് ബാക്കിയുള്ളത് അവിടെ അങ്ങനെ വെക്കും. എന്താന്നറിയില്ല ഇവരുടെ സ്വഭാവം ഇങ്ങനെ, എനിക്കറിയില്ല. കളയണ്ട വിചാരിച്ചിട്ട് നമ്മള് ഓരോ ചീത്ത സ്വഭാവങ്ങളാ ഒക്കെ പഠിപ്പിച്ചതൊക്കെയാണ്. കൊടുത്തിർക്കാണ്. ആ അപ്പോൾ നമ്മുടെ ആരാ അത് ഒന്ന് നല്ല ഇത് വേവണ ചക്കയാണേ. ഇതിപ്പോ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ചു നേരമായിട്ടേ ഉള്ളൂ. കണ്ടോ കണ്ടോ ഉടയുന്നത്. ഒക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കണേ. ശരിക്ക് ചിരട്ടക്കയ്യിൽ വേണം കേട്ടോ. നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് കുട്ടികളെടുത്ത് നമ്മൾ കണ്ടില്ല, മക്കളെടുത്തിട്ട് അത് കേട് വരുത്തിട്ടോ. നമ്മളൊന്ന് പാലക്കാട് പോകുമ്പോൾ ചിരട്ടക്കയ്യിൽ വാങ്ങാൻ പറ്റിച്ച് വാങ്ങണല്ലേ. ചക്ക ഒന്ന് ഉടഞ്ഞ് എന്നുണ്ടോ വെന്തൂട്ടാ. ഇന്ന് നമ്മൾ ഉടക്കിയത് ഉപ്പ് നോക്കി വെക്കാൻ. നമ്മുടെ ഇവിടെ കനാലിൻ്റെ പണി, റോഡിൻ്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ. അങ്കലവാടി റോഡ് ഞാനൊരു ദിവസം കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ അങ്കലവാടി റോഡും നമ്മുടെ ടീച്ചറെയൊക്കെ അല്ലേ. ടീച്ചർ കാണിക്കാൻ പറ്റുമോ? ഓ ടീച്ചറെ കാണിക്കണേന് ടീച്ചർക്ക് കുഴപ്പമൊന്നുമില്ല. ടീച്ചർ നമ്മുടെ വീടിൻ്റെ ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല നമ്മുടെ മക്കളെയൊക്കെ നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുത്തത് ടീച്ചറാണ് കേട്ടോ. നമ്മളിതാ അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചക്കക്കൂട്ടാൻ ചക്ക വേവാൻ എത്ര നേരമാണ്? ഞാനതാണ് ഇനിയിപ്പോൾ അവിടെ നമ്മൾ പുതിയ വീട്ടിൽ കൊണ്ടേ വെക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുതിയ വീട്ടിൽ കൊണ്ടേ വെക്കാഞ്ഞത് എന്താണെന്നറിയോ, അവിടെ ആദ്യം തീ പിടിപ്പിച്ച് ഇതാവുമ്പോഴേക്കും സമയം പിടിക്കും. അത് കാരണം ചില കൂട്ടുകാർ ചോദിച്ചിരുന്നു അവിടെ വൃത്തികേടാവുമോ എന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾ ചെയ്യാത്തത് എന്ന്. ഇപ്പോൾ കുറച്ച് വലിയ പാത്രത്തിൽ അവിടെ വെക്കുമ്പോൾ ശരിയാവണില്ല. അപ്പോൾ അത് കാരണമാണ് കേട്ടോ നമ്മളിവിടെ വെക്കുന്നില്ല കേട്ടോ. ഈ മഴക്കാലമാകുമ്പോൾ എന്ത് ചെയ്യുമോ എന്ന് അറിയാം. അപ്പോൾ ആദ്യത്തെ പോലെ ഇവിടെ തന്നെ ഷെഡ് കിട്ടില്ലേ. കണ്ട ഇതൊന്നും കൂടി ഇരുന്ന് കുറുകിക്കോളും. ഇന്നെൻ്റെ കുട്ടിക്ക് നല്ല ഇഷ്ടമുള്ള കറിയാ പപ്പുട്ടന്. ഇതെന്താണ്? ചിരി വരിക. അതെന്താ മുറം? കുപ്പൂരിയല്ലേ ഈ പറഞ്ഞു. പിന്നെ പുതിയ വീട്ടില് ഇന്ന് എൻ്റെ അച്ഛന് നല്ല ഇഷ്ടാവും. അച്ഛൻ ചോറുണ്ട് ഇട്ടല്ലേ പോയി, ചോറിനാതെ പോവരുതേ പറഞ്ഞത്. സാമ്പാറാണ് പറഞ്ഞ ആ പെണ്ണിന് ഇഷ്ടം. എന്താ കറിവേപ്പില കേട്ടോ. കറിവേപ്പില കിട്ടി, ഒരു 4 ദിവസത്തേക്ക് ഉണ്ടാവും. ഒറ്റ നേരം കൊണ്ട് ചക്ക ഒറ്റ നേരം കൊണ്ട് ചക്ക ദാമൂമായില്ലേ അറിയാം. പിന്നെന്താ ഇത് ഉണ്ടാവാനുള്ള ഒരു കാലതാമസം. അപ്പൊ നോക്കിട്ട് അതിപ്പോ എങ്ങനെ ശരിയാവുക? ചട്ടുകം പഴിപ്പിച്ചിട്ട് പണ്ടുള്ള അമ്മമാര് പറയില്ലേ, മക്കള് ശിക്ഷിച്ചു കഴിഞ്ഞാൽ അച്ഛന്മാര് ചട്ടുകം പഴിപ്പിച്ചിട്ടൊക്കെ ചൂട് വയ്ക്കത്രേ. മക്കള് ശിക്ഷിച്ചു കഴിഞ്ഞാലോ? മക്കള് തെറ്റീതാ. പണ്ട് അതിന് 5-6-7 മക്കളായിരിക്കില്ലേ, ഇപ്പത്തെ പോലെ അല്ലല്ലോ. അപ്പോൾ ചില കുട്ടികളൊക്കെ എന്തെങ്കിലും വികൃതി അടിക്കുമ്പോൾ അപ്പോൾ ചീത്തറേ. അപ്പം ഇവിടെ ചക്ക കൂട്ടാനിക്കില്ലേ കടുക് മത്സരത്തി കൂട്ടാൻ വെച്ചാണോ വൈകുന്നേരത്തെ ഉണ്ടാക്കാതെ പറഞ്ഞത്. എല്ലാവർക്കും ഈ ചക്ക നേരമൊക്കെ അല്ലേ കുറച്ച് മടിയാണ് അല്ലേ. അമ്മേ ചുട്ടിട്ട് വയ്യാട്ടോ. സമയം ഇപ്പം എത്രയായി? 2 എൻ്റെ അമ്മൂനെ ഒന്ന് വിളിച്ചാൽ ചോറിനാൻ. അമ്മ ചക്കക്കൂട്ടാനും കഞ്ഞിയും കുടിക്കും. നിങ്ങൾക്ക് ആയിരിക്കെങ്കിലും അങ്ങനെ ഇഷ്ടമാണോ ചക്കക്കൂട്ടാനും കഞ്ഞി? ഇഷ്ടമല്ലാത്രേ. എനിക്കിന്നത് വയ്യ, ഇന്ന് സുഗന്ധ്യ ഇത് തൊടില്ല. ഇനി ചക്കപ്പുഴുക്കിന് അവിടെ ഉണ്ടാക്കൂല അത് തൊട്ടിട്ടില്ലെങ്കിൽ ഇല്ലേട്ടാ.
നിങ്ങൾ അങ്ങനെ ഡിമാൻഡ് ചെയ്തിട്ട് പിന്നെ ചക്കപ്പുഴുക്ക് ഇവിടെ ഉണ്ടാക്കില്ല. കാപ്പിയും ചക്കക്കൂട്ടാൻ കഴിക്കാൻ സുഖം. ചെറിയ ഉള്ളി കേട്ടോ. ചിലർ എന്താ ഞങ്ങൾ വെള്ളപ്പയർ ഇട്ടിട്ട് വെക്കാറുണ്ട്. അതും പിന്നെ നമ്മൾ എലിശ്ശേരി വെക്കും, ചക്ക എലിശ്ശേരി വെക്കും കേട്ടോ. അത് തേങ്ങയൊക്കെ നല്ല വറുത്തിട്ടിട്ട് അങ്ങനെ വെക്കും. ഇത് നമ്മൾ കൂട്ടാൻ രീതി കേട്ടോ. ചിലവർ പറയുന്നത് ഇതിൽ തേങ്ങ വറുത്തിട്ട് കഴിഞ്ഞു വെച്ചാൽ പ്രസി വേറൊരു ടേസ്റ്റാണ് എന്നുള്ളത്. അങ്ങനെ നമ്മൾ വെക്കാറുണ്ട് നല്ല കട്ടയിട്ട് കേട്ടോ. അത് അധികം എങ്ങനെയാണെന്നറിയോ, ഈ കഞ്ഞി എന്താ പറയട്ടാ, പുഴുക്കും കഞ്ഞി ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യും, ചക്കയും ചേമ്പും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു പുഴുക്കുണ്ടാക്കും കേട്ടോ. സത്യം പറയാച്ചാൽ ഇപ്പം അതൊന്നും ഉണ്ടാക്കണില്ല. അതൊന്നും അമ്മമാരൊക്കെ അച്ഛമ്മമാരൊക്കെ ഉണ്ടാക്കിയിരുന്നതാണ് ഇതൊക്കെ. നമ്മുടെ അപ്പോൾ സംഭവം ഇതിൽ എണ്ണല്ലേ, വെളിച്ചെണ്ണ അതിക്ക് ആക്കിയതാണ് കേട്ടോ. ചക്ക കൂട്ടാനായി. ആർക്കൊക്കെ ചക്കക്കൂട്ടാൻ ഇഷ്ടമുണ്ട്, ഈ വർഷം ആരൊക്കെ ചക്കക്കൂട്ടാൻ വെച്ചു എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഞങ്ങൾ കഴിക്കുന്നത് കാണിക്കുന്നില്ല കേട്ടോ. എൻ്റെ ചക്കക്കൂട്ടാൻ എങ്ങനെയുണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുണ്ട് അല്ലേ? ഒന്ന് കമൻറ്റ് ചെയ്യേ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം. ഞാൻ പറഞ്ഞില്ലേ മീനൊക്കെ കൊണ്ടുപോയി തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നു. നമുക്കറിയാം അത് തൊട്ട് തിന്നുന്ന ആൾക്കാരാണ് ഇവിടെ കേട്ടോ. അരക്കിലോ മയ്യൽ 2 ദിവസം ഉണ്ടാവും. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ. ഞാൻ ചക്കക്കൂട്ടാനും കഞ്ഞി കുടിക്കട്ടെ.